ഹായ് ഓൾ, സ്കോർ ക്യൂ കാർഡ് സീരീസിലേക്ക് സ്വാഗതം. എന്താണ് ക്യൂ കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വിക്ക് റിവിഷൻ കാർഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ക്യൂ കാർഡ്. സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ക്യൂ കാർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പരിശോധിക്കാം. ക്യൂ കാർഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സായി വരുന്ന ഓപ്ഷൻസും മൾട്ടിപ്പിൾ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാൻ സഹായിക്കുന്നവയും എക്സാമിന് വരാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഫോം ചെയ്യാൻ സഹായിക്കുന്നവയുമാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യൂ കാർഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുമൂലം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളുടെ ഒരു ക്വിക്ക് റിവിഷൻ സാധ്യമാക്കുകയാണ് ക്യൂ കാർഡിൽ. ഒരു ക്യൂ കാർഡ് സീരീസ് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. Find the number of essential prime implicants for the Boolean function f of a, b, c is equal to sigma m 0, 1, 2, 6, 7. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു 3 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷൻ എ ബി സി എന്നിങ്ങനെയുള്ള 3 വേരിയബിളിലുള്ള ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. മിൻ ടൈംസുകളായിട്ടാണ് തന്നിരിക്കുന്നത്. സിഗ്മ എം 0, 1, 2, 6, 7 എന്നാണ് ബൂളിയൻ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഈ ബൂളിയൻ ഫംഗ്ഷനിലുള്ള നമ്പർ ഓഫ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2, 3, 4, 5. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണെന്ന് അറിയണം. അതിനു മുമ്പേ നമുക്ക് ഇംപ്ലിക്കൻസ് എന്താണെന്ന് അറിയണം, പ്രൈം ഇംപ്ലിക്കൻസ് എന്താണെന്ന് അറിയാം. ഈ കാര്യങ്ങളൊക്കെ ബൂളിയൻ ഫംഗ്ഷൻ മിനിമൈസേഷൻ എന്ന ടോപ്പിക്കിൽ കെ മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സബ് ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് പ്രൈം ഇംപ്ലിക്കൻസ് എന്താണെന്ന് പഠിക്കാം, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണെന്ന് പഠിക്കാം, ഇംപ്ലിക്കൻസ് എന്താണെന്ന് പഠിക്കാം. ഒപ്പം മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനും കഴിയും. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റിന്റെ നമ്പറാണ്. ഇതിനു പകരം പ്രൈം ഇംപ്ലിക്കൻസിന്റെ നമ്പർ വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എത്ര ഇംപ്ലിക്കൻസ് ഉണ്ട് ഈ ബൂളിയൻ ഫംഗ്ഷനിൽ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുമല്ലെങ്കിൽ തന്നിരിക്കുന്ന ടേമുകളിൽ ഏതൊക്കെയാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് ടേമുകൾ എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ടേമുകളിൽ ഏതൊക്കെയാണ് പ്രൈം ഇംപ്ലിക്കൻ്റ് ആയിട്ട് വരാത്ത പ്രൊഡക്റ്റ് ടേം എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ ഇതിനകത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്യൂ കാർഡ് സീരീസിലേക്ക് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് തിയററ്റിക്കൽ നോളജിന്റെ ഒരു ക്വിക്ക് റിവിഷനിലേക്ക് പോകാം. ഇതാണ് നിങ്ങൾ ഈ ബൂളിയൻ ഫംഗ്ഷനെ തന്നിരിക്കുന്ന 3 വേരിയബിൾ ബൂളിയൻ ഫംഗ്ഷനെ കെ മാപ്പ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ ഈ രീതിയിൽ നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇംപ്ലിക്കൻസിന്റെ എണ്ണം ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ഇംപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റ് ടേം ഓൺ ദ ഗിവൺ ഫംഗ്ഷൻ ഹൂസ് ഔട്ട്പുട്ട് ഈസ് 1. തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ടേമുകൾ, അവരെയാണ് നമ്മൾ ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപ്ലിക്കൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരിക്കലും ഒരു മിനിമൈസ്ഡ് വെർഷനിലേക്കൊന്നും പോകണ്ട. തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷനിലെ ഏതൊക്കെ മിൻ ടേമുകളിലാണ് ഔട്ട്പുട്ട് ലോജിക് 1 ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത് നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ മിൻ ടേമുകളിലാണ്. മിൻ ടൈം 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം, ദെൻ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം, 6 and 7. ഈ ഇത്രയും മിൻ ടൈമുകൾക്കാണ് ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്നത് ഈ ബൂളിയൻ ഫംഗ്ഷൻ, തന്നിരിക്കുന്ന എഫ് എന്ന ബൂളിയൻ ഫംഗ്ഷൻ. അപ്പൊ ഈ ഓരോ മിൻ ടൈമുകളും നമ്മുടെ ഔട്ട്പുട്ടിൽ സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിൽ എഴുതാൻ കഴിയുന്ന മിൻ ടൈമുകളാണ്. അപ്പൊ ഇവരെ ഈ ഓരോ മിൻ ടൈമിനെയും ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്ന ഈ ഓരോ മിൻ ടൈമിനെയും നമ്മൾ ഇംപ്ലിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇംപ്ലിക്കൻസിന്റെ എണ്ണം എത്രയാണ്? 5 ഇംപ്ലിക്കൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം ഏതാണ്? മിൻ ടൈം എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്കറിയാം. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം ഏതാണ്? ഇത് എ ബി സി എന്ന 3 വേരിയബിൾസിലുള്ള ഫംഗ്ഷനാണ്.
അപ്പോൾ സീറോയെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ ബാർ ബി ബാർ സി ബാർ. ഇതാണ് ആദ്യത്തെ ഇംപ്ലിക്കൻറ്റ്. അടുത്ത ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം എന്താണ്? എ ബാർ ബി ബാർ സി. അടുത്ത ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം ഏതാണ്? എ ബാർ ബി സി ബാർ. അടുത്ത ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം. അതേതാണ് 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം? എ ബി സി ബാർ. അടുത്ത ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈം, ദാറ്റ് ഈസ് എ ബി സി. അപ്പോൾ ഇവര് 5 പേരുമാണ് ഇതിനകത്തെ ഇംപ്ലിക്കൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംപ്ലിക്കൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പ്രൈം ഇംപ്ലിക്കൻസ് എന്താണ്, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ബൂളിയൻ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യാതെ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിനകത്ത് വരുന്ന പ്രൊഡക്റ്റ് ടേംസിനെയാണ് നമ്മൾ ഇംപ്ലിക്കൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലസ്റ്റ് ഫോം ആൻ ഇംപ്ലിക്കൻറ്റ് ദാറ്റ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ഫർദർ ബൈ റിമൂവിങ് എനി ലിറ്ററൽ. അപ്പൊ തന്നിരിക്കുന്ന ബൂളിയൻ ഫംഗ്ഷനെ നിങ്ങൾ ഏറ്റവും റെഡ്യൂസ് ചെയ്ത് ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് എഴുതി കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന ഓരോ പ്രൊഡക്റ്റ് ടേമുകളെയുമാണ് നമ്മൾ പ്രൈം ഇംപ്ലിക്കൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ കണ്ട ഇംപ്ലിക്കൻസിലെ ഓരോ ടേമിലും എ ബി സി എന്നിങ്ങനെയുള്ള 3 ലിറ്ററൽസ് ഒന്നുകിൽ കോംപ്ലിമെന്റഡ് അല്ലെങ്കിൽ അൺകോംപ്ലിമെന്റ് ഫോമിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 0 എന്ന് പറയുന്ന മിൻ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്ലിക്കൻറ്റിൽ എ ബാർ ബി ബാർ സി ബാർ എന്നിങ്ങനെ 3 ലിറ്ററൽസും കോംപ്ലിമെന്റഡ് ഫോമിൽ ഉണ്ടായിരുന്നു. 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടൈമിൽ എ ബി സി 3 ലിറ്ററൽസും അൺകോംപ്ലിമെന്റഡ് ഫോമിൽ ഉണ്ടായിരുന്നു. പക്ഷേ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് വരുമ്പോൾ, പ്രൈം ഇംപ്ലിക്കൻസിലേക്ക് വരുമ്പോൾ 3 ലിറ്ററൽസും ഉണ്ടാകില്ല. ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ ഫർദർ ആയിട്ട് അവരെ റെഡ്യൂസ് ചെയ്ത് ഒരു ലിറ്ററലിനെയും റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനിലെ പ്രൊഡക്റ്റ് ടേമുകളെ ഓരോന്നിനെയുമാണ് നമ്മൾ പ്രൈം ഇംപ്ലിക്കൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ പ്രൈം ഇംപ്ലിക്കൻറ്റ് ദാറ്റ് കവേഴ്സ് അറ്റ്ലീസ്റ്റ് 1 മിൻ ടൈം നോട്ട് കവേർഡ് ബൈ എനി അതർ പ്രൈം ഇംപ്ലിക്കൻറ്റ്. വേറെ പ്രൈം ഇംപ്ലിക്കൻറ്റുകൾ കൊണ്ട് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ കഴിയാത്ത ഒരു വണ്ണെങ്കിലുമുള്ള പ്രൈം ഇംപ്ലിക്കൻറ്റിനെയാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കെ-മാപ്പ് പറഞ്ഞപ്പോൾ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? കെ-മാപ്പിലെ ബൂളിയൻ ഫംഗ്ഷനിൽ കെ-മാപ്പ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതിനകത്തുള്ള വണ്ണുകളെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഏറ്റവും വലിയ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും റെഡ്യൂസ്ഡ് ഫോം. ഇപ്പോൾ 8 വണ്ണുകൾ ഉണ്ടെങ്കിൽ അവരെ 8 പേരെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിന് ചാൻസ് ഒന്നും ഇല്ലെങ്കിൽ 4 പേരെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അതിനും ചാൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം 2 പേരെ പെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അതിനും ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇൻഡിവിജ്വലായിട്ട് അയാളെ ഒരു രീതിയിലും ഗ്രൂപ്പ് ചെയ്യാൻ നിവർത്തിയില്ലെങ്കിൽ അയാളെ ഇൻഡിവിജ്വലായിട്ട് തന്നെ നിർത്തി നമ്മൾ അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിൽ എഴുതുകയാണ് പതിവ്. ഇപ്പം ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന വണ്ണുകളെയെല്ലാം പെയർ ചെയ്തിട്ടുണ്ട്. പെയറിന് മുകളിലോട്ട് ഒരു കോഡോ അല്ലെങ്കിൽ ഒരു ഒക്ടക്റ്റോ ഇതിനകത്ത് ഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വണ്ണുകളെയെല്ലാം പെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രൈം ഇംപ്ലിക്കൻസ്, എന്താണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നോക്കി, ഈ ഓരോ പെയറിനെയും നമുക്ക് പ്രൈം ഇംപ്ലിക്കൻ്റ് ആയിട്ട് പറയാം. കാരണം നിങ്ങൾ ഇതിനകത്ത് വയലറ്റ് കളറിലുള്ള ഒരു പെയറോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഒരു പെയറോ ഓറഞ്ച് കളറിലുള്ള ഒരു പെയറോ ബ്ലൂ കളറിലുള്ള ഒരു പെയറോ ഐഡന്റിഫൈ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ടേമിനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിനെ ഫർദർ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അതിലെ ഒരു ലിറ്ററലിനെയും പിന്നീട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഈ വയലറ്റ് കളറിലുള്ള 2
വണ്ണുകളെ തമ്മിൽ പെയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നെയിം ഏതാണ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദിസ് ഈസ് എ ബാർ. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. എ, ദെൻ ദിസ് ഈസ് ബി ബാർ സി ബാർ, ദിസ് ഈസ് ബി ബാർ സി, ദിസ് ഈസ് ബി സി, ദിസ് ഈസ് ബി സി ബാർ. അപ്പോൾ ഈ വയലറ്റ് കളറിലുള്ള വണ്ണുകളെ തമ്മിൽ നിങ്ങൾ പെയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് നെയിം ഏതാണ്? ബി സി ബാർ ആണ്. ഈ ബി സി ബാറിനെ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് വീണ്ടും ഒരു റിഡക്ഷനിലേക്കും പോകാൻ കഴിയില്ല. ഇത് ഓൾറെഡി ഇതിനകത്തുനിന്ന് ഒരു ലിറ്ററൽ റിമൂവ് ചെയ്തു. നമ്മൾ ഇംപ്ലിക്കൻസ് ആയിട്ട് എഴുതുമ്പോൾ അതിനകത്ത് എയും ബിയും സിയും 3 ലിറ്ററൽസും ഉണ്ടാകും. ഓരോ ടേമിലും ഓരോ പ്രൊഡക്റ്റ് ടേമിലും 3 ലിറ്ററൽസ് ഉണ്ടാകും. അത് എയ്തർ ഇൻ കോംപ്ലിമെന്റഡ് ഫോം ഓർ ഇൻ അൺകോംപ്ലിമെന്റഡ് ഫോം. പക്ഷേ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എഴുതുമ്പോൾ 3 ലിറ്ററൽസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ലിറ്ററൽസിന്റെ എണ്ണം കുറയും. നിങ്ങൾ പെയറായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 1 ലിറ്ററൽ കുറയും. അതല്ല നിങ്ങൾ കോഡായിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 2 ലിറ്ററൽ കുറയും. അതല്ല നിങ്ങൾ ഒക്ടക്റ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ 3 ലിറ്ററൽ കുറയും. അപ്പം ഇവിടെ നമ്മൾ പെയറായിട്ട് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഈ വയലറ്റ് പെയർ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് നെയിം നിങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് എ എന്ന് പറയുന്ന ലിറ്ററൽ കുറഞ്ഞു. ഇതിനകത്ത് കോംപ്ലിമെന്റഡ് ഫോമിലും അൺകോംപ്ലിമെന്റഡ് ഫോമിലും എ ഇല്ല. ബി സി എന്ന് പറയുന്ന 2 ലിറ്ററൽസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇതിനെ പരമാവധി റെഡ്യൂസ് ചെയ്ത ഫോമിൽ എഴുതുക. അങ്ങനെയുള്ള സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലേക്ക്, അതായത് റെഡ്യൂസ്ഡ് സം ഓഫ് പ്രൊഡക്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഫർദർ റിഡക്ഷൻ പോസിബിൾ അല്ലാത്ത രീതിയിൽ വരുന്ന ഓരോ പ്രൊഡക്റ്റ് നെയിമിനെയും നമ്മൾ ഒരു പ്രൈം ഇംപ്ലിക്കൻ്റ് എന്നാണ് പറയുന്നത്. ഇനി എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ. ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ വണ്ണും ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ 2 വണ്ണുകളെയും പെയർ ചെയ്യാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ വണ്ണിനെ നിങ്ങൾക്ക് പെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്ലൂ പെയർ കൊണ്ട് മാത്രമേ ഇയാളെ പെയർ ചെയ്യാൻ കഴിയൂ. അതുപോലെ ഇവിടെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ വണ്ണിനെ പെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്രീൻ പെയറിന് മാത്രമേ അയാളെ പെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 പെയറിൻ്റെയും അല്ലെങ്കിൽ ഈ 2 പ്രൈം ഇംപ്ലിക്കൻറ്റിൻ്റെയും പ്രത്യേകത എന്താ? ഈ 2 ബ്ലൂ കളറിലുള്ള പ്രൈം ഇംപ്ലിക്കൻറ്റും ഗ്രീൻ കളറിലുള്ള പ്രൈം ഇംപ്ലിക്കൻറ്റും നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു വണ്ണെങ്കിലും ഉണ്ട്. ഏതാ ഒരു വൺ? ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വൺ. ഈ വണ്ണിൻ്റെ പ്രത്യേകത എന്താ? ആ വണ്ണിനെ വേറൊരു രീതിയിലും പെയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വേറെ ഒരു രീതിയിലും പെയർ ചെയ്യാൻ കഴിയാത്ത ഒരു വൺ അല്ലെങ്കിൽ ഒരു മിൻറ്റേമെങ്കിലുമുള്ള പ്രൊഡക്റ്റ് ടേമുകളെയാണ് നമ്മൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് ഏതൊക്കെയാ? ഈ ബ്ലൂ കളറിലുള്ള പെയറും അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള പെയറും. ഇവരുടെ 2 പേരുടെയും പ്രൊഡക്റ്റ് ടേമുകളെയാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലൂ കളറിലുള്ള പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ടേം നിങ്ങൾ എഴുതിയാൽ അതെങ്ങനെയായിരിക്കും? ദിസ് ഈസ് എ ബാർ, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ബാർ സി ബാർ, ദിസ് ഈസ് ബി ബാർ സി, ദിസ് ഈസ് ബി സി, ദിസ് ഈസ് ബി സി ബാർ. ഇപ്പോൾ ബ്ലൂ കളറിലുള്ള പെയർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബാർ ബി ബാർ. അതാണ് ബ്ലൂ കളറിലുള്ള പെയർ. ഗ്രീൻ കളറിലുള്ള പെയർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബി. അതാണ് ഗ്രീൻ കളറിലുള്ള പെയർ. അപ്പോൾ ഇവർ 2 പേരുമാണ് ഇതിനകത്തെ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്. കാരണം ഈ 2 പ്രൊഡക്റ്റ് ടൈമിനകത്തും ഒരു മിൻ ടൈമെങ്കിലും ഉണ്ട് വിച്ച് കനോട്ട് ബി ഗ്രൂപ്ഡ് ഇൻ എനി അതർ വേ. ഈ ഒരു മാർഗത്തിലൂടെ അല്ലാതെ വേറൊരു രീതിയിലും ഗ്രൂപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു മിൻ ടൈമെങ്കിലും ഉണ്ട്. അപ്പോൾ ഇവരെയാണ് നമ്മൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റിൻ്റെ എണ്ണം എത്രയാണ്? 2. സോ അവർ ആൻസർ ഈസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈം ഇംപ്ലിക്കൻസിൻ്റെ എണ്ണം എത്രയാണ്? 4 രീതിയിൽ ഇതിലെ വണ്ണുകളെ നമുക്ക് പെയർ ചെയ്യാം. സോ പ്രൈം ഇംപ്ലിക്കൻസ് 4, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റ് 2. ഇംപ്ലിക്കൻസിൻ്റെ എണ്ണം എത്രയാണ്? നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? സിഗ്മ എം 0 1 2 6 7. ഇതായിരുന്നു എക്സ്പ്രഷൻ. സിഗ്മ എം 0 1 2 6 7. ഇതായിരുന്നു എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനകത്ത് എത്ര മിൻ ടൈമുകളുണ്ട്? 5 മിൻ ടൈമുകളുണ്ട്. സോ ഇംപ്ലിക്കൻസിൻ്റെ എണ്ണം 5, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റിൻ്റെ എണ്ണം 2, പ്രൈം ഇംപ്ലിക്കൻറ്റിൻ്റെ എണ്ണം 4. അപ്പോൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് ഫോം ചെയ്യാൻ കഴിയുമല്ലോ. ഇനി ഇവിടെ നിങ്ങൾ നോക്കി,
ഈ ഓറഞ്ച് കളറിൽ കാണുന്ന പെയറിനെ നമുക്ക് ഒരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം അതിനകത്ത് 2 1 ആണുള്ളത്. ദാ ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1നെ ഓറഞ്ച് കളർ രീതിയിലുള്ള പെയറിംഗ് നടക്കും, ഒപ്പം ബ്ലൂ കളർ രീതിയിലുള്ള പെയറിംഗ് നടക്കും. ഇനി ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1നെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഓറഞ്ച് കളർ രീതിയിലുള്ള പെയറിംഗ് നടക്കും, ഒപ്പം വയലറ്റ് കളർ രീതിയിലുള്ള പെയറിംഗ് നടക്കും. അപ്പോൾ വേറെ ഒരു രീതിയിലും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു 1ഉം ഈ ഓറഞ്ച് കളർ പെയറിനകത്തില്ല. അതുപോലെ നിങ്ങൾ ഈ വയലറ്റ് കളർ പെയർ പരിശോധിച്ചാലും ഇതിനകത്ത് 2 1 ഉള്ളത്. ദാ ഇവിടെ ഒരു 1 ഉണ്ട്. ഈ 1നെ നിങ്ങൾക്ക് വയലറ്റ് കളർ പെയറിങ്ങിലും ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഓറഞ്ച് കളർ പെയറിങ്ങിലും ഉൾപ്പെടുത്താം. അതുപോലെ വയലറ്റ് കളർ പെയറിങ്ങിലുള്ള അടുത്ത 1ആയ ഈ 1, ഇതിനെ നിങ്ങൾക്ക് വയലറ്റ് കളറിലും പെയർ ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രീൻ കളറിലും പെയർ ചെയ്യാം. അപ്പോൾ ഈ വയലറ്റ് കളർ പെയറിലുള്ള 2 1കളും മറ്റു രീതിയിൽ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പോൾ വേറെ ഒരു രീതിയിലും പെയർ ചെയ്യാൻ കഴിയാത്ത ഒരു 1ഉം ഈ വയലറ്റ് കളർ പെയറിലില്ല. അതുകൊണ്ട് അതും ഒരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് അല്ല, പകരം പ്രൈം ഇംപ്ലിക്കൻ്റ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്, ഏതൊക്കെയാണ് നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്, അതായത് സിംപ്ലി പ്രൈം ഇംപ്ലിക്കൻസിൽ വരുന്നത് ഏതൊക്കെയാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഏതൊക്കെയാണ്? ഈ ബ്ലൂ കളറിൽ കാണുന്ന പെയറും ഗ്രീൻ കളറിൽ കാണുന്ന പെയറും, അതാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻറ്റിൻ്റെ നമ്പർ എത്രയാണ്? 2. ദെൻ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതിലെ എല്ലാ പെയറുകളെയും പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയാം. ബ്ലൂ കളറിൽ കാണുന്ന പെയർ, ദെൻ ഗ്രീൻ കളറിൽ കാണുന്ന പെയർ, വയലറ്റ് കളറിൽ കാണുന്ന പെയർ, ഒപ്പം ഓറഞ്ച് കളറിൽ കാണുന്ന പെയർ, ഇവരെല്ലാവരും പ്രൈം ഇംപ്ലിക്കൻസ് തന്നെയാണ്. ഇനി നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഏതൊക്കെയാണ്? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഏതൊക്കെയാണ്? ഈ വയലറ്റ് കളറിൽ കാണുന്ന പെയർ, ഒപ്പം ഓറഞ്ച് കളറിൽ കാണുന്ന പെയർ, അവരെ രണ്ടുപേരെയുമാണ് നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ലോജിക്കൽ എക്സ്പ്രഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ 4 പെയറുകളും നമുക്ക് ആവശ്യമാണോ? അല്ല. നമുക്ക് 2 പെയറുകൾ എന്തായാലും നിർബന്ധമാണ്. ഏതൊക്കെ? ബ്ലൂ കളറിലുള്ള പെയറും ഗ്രീൻ കളറിലുള്ള പെയറും. കാരണം എന്താ? അതിൽ രണ്ടിൽ നമുക്ക് ഓരോ 1കളുണ്ട് വിച്ച് കനോട്ട് ബി പെയർഡ് ഇൻ എനി അതർ വേ. വേറെ ഒരു രീതിയിലും പെയർ ചെയ്യാൻ കഴിയാത്ത ഓരോ 1കളുള്ള എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് ആണ് ഇവർ രണ്ടുപേരും. അത് ഏതൊക്കെയാണ്? എ ബാർ ബി ബാറും ദെൻ എ ബി. അപ്പോൾ അവർ രണ്ടുപേരും എന്തായാലും ഔട്ട്പുട്ടിൽ വരണം. പിന്നെ നമുക്കുള്ളത് ആരൊക്കെയാണ്? വയലറ്റ് കളറിലുള്ള പെയർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള പെയർ, അവർ നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്. അത് രണ്ടിൽ ഏതെങ്കിലും ഒരാൾ മതി. നോക്കിയേ, ഈ 2 പെയറുകൾ വരുമ്പോൾ തന്നെ 4 1കളെ പെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പെയർ ചെയ്യാതെ നിൽക്കുന്ന ഒരേ ഒരു 1 ഏതാണ്? ദാ ഈ ഒരു 1 ആണ്. ഈ 1നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഓറഞ്ച് കളർ പെയർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വയലറ്റ് കളർ പെയർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾ വയലറ്റ് കളർ പെയർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ, നിങ്ങളുടെ ബൂളിയൻ ഫംഗ്ഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതാണ്: എ ബാർ ബി ബാർ പ്ലസ് എ ബി പ്ലസ് ബി സി ബാർ. അതല്ല, നിങ്ങൾ ഈ ഒരു 1നെ ഓറഞ്ച് കളർ പെയർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ ഈ തന്നേക്കുന്നതാണ്: എ ബാർ ബി ബാർ പ്ലസ് എ ബി പ്ലസ് എ ബാർ സി ബാർ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? കെ മാപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിനിമൈസ്ഡ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആവണം നിർബന്ധമില്ല. ഒന്നിലധികം മിനിമൈസ്ഡ് എക്സ്പ്രഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ 2 പേര് മിനിമൈസ് ചെയ്തപ്പോൾ 2 രീതിയിലാണ് ആൻസർ കിട്ടിയത് എന്ന് പറഞ്ഞാലും അത് പോസിബിൾ ആണ്. രണ്ടും ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? നമുക്ക് പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണെന്ന് മനസ്സിലായി, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണെന്ന് മനസ്സിലായി, ഇംപ്ലിക്കൻസ് എന്താണെന്ന് മനസ്സിലായി, നോൺ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ഇവരെ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഒപ്പം കെ മാപ്പ് നിങ്ങൾക്ക് തരുന്ന സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബൂളിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മിനിമൈസ്ഡ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് മേ നോട്ട് ബി യുണീക്ക് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ക്ലിയർ ആയി. ഇത്രയും ഇൻഫർമേഷൻസ് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള അടുത്ത ക്യൂ കാർഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.